നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 41 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇന്ന് നമുക്ക് 42ാമത്തെ ശ്ലോകം മുതൽക്ക് നോക്കാം. ചൊല്ലൂരപ്പകൽ കൂമ്പിയും വിരികയും ചെയ്യുന്നതെന്തെന്നു താൻ ചൊല്ലുമ്പോൾ അതിനിന്നതെന്നു പറവാനോർക്കും കിടാങ്ങൾ കഹോ. എല്ലാവർക്കും സഹസൈവ തോന്നിയൊരുമിച്ചെല്ലാരുമായി ചൊല്ലിനാരംഭോജം ജലജം പയോജമുദജം പാഥോജമെന്നേകദ. ഇവിടെ അവസാനത്തെ വരിയിലെ പാഥോജമെന്നേകഥ എന്നുള്ളതിലെ ഏകഥ എന്നുള്ള ശബ്ദം എടുക്കണം. ഒരിക്കൽ ഉണ്ണിക്കണ്ണൻ ഒപ്പം കളിക്കുന്ന ഗോപാലകന്മാരോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ചൊല്ലൂ രാപ്പകൽ കൂമ്പിയും വിരികയും ചെയ്യുന്നതെന്തെന്ന്. രാത്രി കൂമ്പുകയും പകൽ വിരികയും ചെയ്യുന്നത് എന്താണ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയൂ എന്ന് പറഞ്ഞു അത്രേ. അപ്പോ അവിടെ ചുറ്റുമുള്ള ഗോപാലകന്മാര് ചൊല്ലുമ്പോൾ അതിനിന്നതെന്ന് പറവാൻ ഓർക്കും കിടാങ്ങൾ കഹോ. അവര് ആലോചിച്ചു, എന്താണ് രാത്രി കൂമ്പിയിട്ട് പകൽ വിരിയുന്ന സാധനം എന്താണ് എന്നിങ്ങനെ ആലോചിക്കുമ്പോ അഹോ എല്ലാവർക്കും സഹസൈവ തോന്നി ഒരുമിച്ചെല്ലാരുമായി ചൊല്ലിനാർ. പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് തോന്നി ഉത്തരം എന്താന്ന്. അപ്പൊ എല്ലാവരും അങ്ങോട്ട് പറഞ്ഞു. ഒരാൾ എന്താ പറഞ്ഞ? അംഭോജം, മറ്റാള് ജലജം, മറ്റാള് പയോജം, ഒരാള് ഉദജം, ഒരാള് പാഥോജം എന്ന്. ഓരോരുത്തരും ഓരോ പേരാണ്. താമര എന്നാണ് പറയുന്നത് അല്ലെ? താമര രാത്രി കൂമ്പിയിട്ട് പകല് സൂര്യൻ ഉദിച്ചാൽ വിരിയും. അപ്പോ അവർക്ക് എല്ലാവരുടെയും ഉത്തരം താമര എന്നായിരുന്നു. പക്ഷെ അതിന് വാക്കുകളൊക്കെ ഉപയോഗിച്ച് അംഭോജം ജലജം ഒക്കെ വെള്ളത്തിൽ നിന്നുണ്ടാകുന്നത് എന്നാണ് അർത്ഥം. അംഭസിൽ നിന്നുണ്ടാകുന്നത്, ജലത്തിൽ നിന്നുണ്ടാകുന്നത്, പയസ്സിൽ നിന്നുണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ അർത്ഥം വെള്ളത്തിൽ നിന്നുണ്ടാകുന്നത്. അപ്പൊ ഓരോരുത്തരും ഓരോന്നാ വിളിച്ചു പറഞ്ഞത്. ഒരാൾ അംഭോജം, ഒരാൾ ജലജം, ഒരാൾ പയോജം, ഒരാൾ ഉദജം, ഒരാൾ പാഥോജം. എന്ത് പറഞ്ഞാലും എല്ലാത്തിന്റെ അർത്ഥം ഒന്നാണ്, താമരപ്പൂവ് എന്നാണ് അർത്ഥം. അപ്പൊ എല്ലാവരും ഉത്തരം പറഞ്ഞു. പല പല വാക്കുകളാണ് ഉപയോഗിച്ചതെന്ന്. അതായത് ഉണ്ണിക്കണ്ണനും മറ്റുള്ള ഗോപമാരായിട്ടുള്ള കുട്ടികളൊക്കെ കൂടിയിട്ട് കടങ്കഥ പറഞ്ഞ് കളിക്കുകയായിരുന്നു. അതിലത്തെ ഒരു ഭാഗമാണ് ഇവിടെ വർണ്ണിച്ചത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. അമ്മയ്ക്കപ്പാൽ തികയ്ക്കുന്നതിലവശത പൂണ്ടെന്നെ നീക്കി മുലക്കെന്നമ്മയ്ക്കും പ്രീതിയാകെന്നരിശമൊടു തൈർപാത്രമെല്ലാം തകർത്താൻ നിർമര്യാദത്തിനൊന്നെറ്റണമതിനു മുതിർന്നമ്മ നോക്കിയിടുമപ്പോൾ അമ്മായ പൈതലെത്താനുരൽ മുകളിൽ മുതാ കണ്ടതും കൈ തൊഴുന്നേൻ. ഇവിടെ ഉണ്ണിക്കണ്ണന്റെ ഒരു കുസൃതിയെക്കുറിച്ചാണ് പറയുന്നത്. തൈര് കലക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന യശോദമ്മയുടെ മടിയിൽ കയറി ഇരുന്നിട്ട് ഉണ്ണിക്കണ്ണൻ മുല കുടിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മയ്ക്കപ്പാൽ തികയ്ക്കുന്നതിൽ അവശത പൂണ്ട് എന്നെ നീക്കി. അമ്മയ്ക്ക് അപ്പോഴാ ഓർമ്മ വന്നത്, അടുപ്പത്ത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അത് പോവൂലോ, തിളയ്ക്കുന്നുണ്ടല്ലോ, തിളച്ചു പോവൂലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വേഗം അത് ഇറക്കി വെക്കാൻ പോയി. അമ്മയ്ക്കും പ്രീതിയാകെന്നരിശമൊടു തൈർപാത്രമെല്ലാം തകർത്താൻ. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ സന്തോഷമായിട്ട് മുല കുടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ അവിടുന്ന് മാറ്റി വെച്ചിട്ട് ഉണ്ണിക്കണ്ണനെ നിലത്ത് വെച്ചിട്ട് വേഗം പാല് നോക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അരിശത്തോടുകൂടി, ദേഷ്യത്തോടുകൂടി ആ തൈർക്കലം, മൺകുടങ്ങളിലാണല്ലോ, അതൊക്കെ തച്ചുടച്ചു. അപ്പൊ എന്തായാലും ആ ശബ്ദം കേട്ടപ്പോ, ആ കലങ്ങള് പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോ അമ്മ ഓടി വന്ന് നോക്കിണ്ടാവും. അപ്പൊ എന്താ കണ്ട്? ആ തൈരൊക്കെ അവിടെ പരന്ന് കിടക്കുന്നത് കണ്ടിണ്ടാവും. അപ്പൊ അമ്മ വിചാരിച്ചു, നിർമര്യാദത്തിനൊന്നെറ്റണം
അതിനു മുതിർന്നമ്മ നോക്കിയിടും. അപ്പോൾ ഈ നിർമര്യാദത്തിന്, ഈ കുറുമ്പിന് ഒന്ന് ശിക്ഷിക്കണം, ഒരടി അടിക്കണം എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അവിടെ കാണാനില്ല. അപ്പൊ എവിടെ പോയേ നോക്കിയപ്പോ എന്താണ്, അമ്മായ പൈതലെ താൻ ഉരൽ മുകളിൽ മുതാ കണ്ടതും. അതായത് എവിടെയാന്ന് കാണാൻ തിരഞ്ഞു നോക്കിയപ്പോ ദേഷ്യത്തോടു കൂടി നോക്കിയപ്പോണ്ട് ആ ഒരു ഉരലിന്റെ മുകളിൽ കയറി സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കണം. ആ ഇരിക്കുന്നതായി കണ്ട ആ കാഴ്ചയെ ഞാൻ കൈതൊഴുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ഉലൂഖല ബന്ധനം എന്ന് പറഞ്ഞ കഥയുണ്ട് ഭാഗവതത്തിലും നാരായണീയത്തിലൊക്കെ. ആ കഥയിലേക്കാണ് ഈ അടുത്ത ശ്ലോകം കൂടി പറയുമ്പോൾ മനസ്സിലാവും. നാരായണീയത്തില് ഏകദാദധി വിമാഥകാരിണി മാതരം സമുപസേദിവാൻ ഭവാൻ എന്ന് തുടങ്ങണ ആ ഉലൂഖല ബന്ധനത്തിലെ ആ ദശകം ഉണ്ട്. അത് ആ കഥ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹം, പൂന്താനം തിരുമേനി. അതില് ഉരലിന്റെ മുകളിൽ കയറി പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ കണ്ടു യശോദമ്മ എന്നാണ് അതിൽ പറയുന്നത്. സന്തദർശ സുഹൃതിന്യുലൂഖലേ ദീയമാന നവനീതമോദവേ എന്നാണ് അതിലത്തെ വരി. അതുപോലെ അമ്മിക്കുഴ കൊണ്ടുവന്നിട്ടാണ് അവിടെയുള്ള തൈർക്കലൊക്കെ ഉടച്ചത് എന്നാണ് ഭാഗവതത്തില് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നാരായണീയത്തില് ഭട്ടരിപ്പാട് മന്ഥദണ്ഡം ഉപഗൃഹ്യ പാഠിതം എന്നാണ്. അതായത് കടകോല് എടുത്തിട്ട് അവിടെയുള്ള തൈർക്കലൊക്കെ ഉടച്ചു എന്നാണ് രചിച്ചത് അത്രേ. അപ്പോ ഗുരുവായൂരമ്പലത്തിന്റെ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്ന് ഒരു അശരീരി ഉണ്ടായിത്രേ. അതെന്തായിരുന്നു വെച്ചാൽ ഇങ്ങനെ അത്രേ പറഞ്ഞത്, കടകോല് അവിടെ ഉണ്ടായിരുന്ന കാര്യം എനിക്ക് അന്ന് ഓർമ്മ ഉണ്ടായില്ല എന്നായിരുന്നു അത്രേ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്നും പറഞ്ഞത്. അതിനർത്ഥം അമ്മിക്കുഴ കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഈ തൈർക്കലൊക്കെ ഉടച്ചത് എന്ന് ഉണ്ണിക്കണ്ണൻ തന്നെ പറഞ്ഞു എന്നാണ്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം, അപ്പോഴാണ് ഈ കഥ മുഴുവനാവുള്ളൂ. ശ്രീമേ വീടുന്ന പൂമയുരലൊടു കയർ കൊണ്ടമ്മ ബന്ധിച്ച നേരം നാമം മറ്റൊന്നു ദാമോദര ജയനിതരാം എന്നു വിണ്ണോർ പുകഴ്ന്നാർ. പ്രേമാവേശേന മന്ദം മരുതുകളിലിടെ പാഞ്ഞു മംഗല്യമേകി ശ്രീമാൻമാർക്കംബുജാക്ഷൻ ധനപതി തനയന്മാർക്കതും കൈ തൊഴുന്നേൻ. ശ്രീമേ വീടുന്ന പൂമൈ, മഹാലക്ഷ്മി വസിക്കുന്ന പൂ പോലെയുള്ള ശരീരത്തോടു കൂടിയ ആ കണ്ണനെ അമ്മ ബന്ധിച്ച നേരം, അമ്മ കയർ കൊണ്ട് കെട്ടിയിട്ടു. അപ്പോൾ പുതിയൊരു പേരും കൂടി കിട്ടി, നാമം മറ്റൊന്ന്. എന്തായിരുന്നു ആ പേര്? ദാമോദരൻ. ദാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്. അത് ഉദരത്തിലുള്ളവൻ, ഉദരത്തിൽ ദാമം കൊണ്ട് കെട്ടപ്പെട്ടവൻ, അതായത് ശ്രീകൃഷ്ണൻ, ഉണ്ണിക്കണ്ണൻ തന്നെ. ആ നിതരാം, ഏറ്റവും വളരെയധികം പുകഴ്ത്തി. ആരാ പുകഴ്ത്തിയത്? വിണ്ണോർ പുകഴ്ന്നാർ, ദേവന്മാര്, വിണ്ണിലുള്ളവർ. വിണ്ണെന്ന് വെച്ചാൽ ആകാശം. ദേവന്മാര് ദാമോദരൻ ജയിച്ചാലും എന്ന് പറഞ്ഞ് വളരെയധികം പുകഴ്ത്തി. മൂന്നാമത്തെ വരി, പ്രേമാവേശേന മന്ദം മരുതുകളിലിടെ പാഞ്ഞു മംഗല്യമേകി. സ്നേഹം കൊണ്ട് മരുത്തുകൾക്ക്, മരുതു മരങ്ങള്, അതിൻ്റെ ഇടയിലൂടെ പാഞ്ഞ്, അതായത് ഓടിപ്പോയി ഈ ഉരലും വലിച്ചുകൊണ്ട് നടന്നിട്ട് ആ കണ്ണൻ ധനപതി തനയന്മാർക്ക് മംഗല്യമേകി. ധനപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുബേരൻ. കുബേരന്റെ പുത്രന്മാരായിട്ടുള്ള നളകൂപരനും മണിഗ്രീവനും ഈ ഉണ്ണിക്കണ്ണൻ സൗഭാഗ്യത്തിനെ നൽകി, മംഗല്യത്തെ നൽകി, ശാപമോക്ഷം നൽകി എന്നർത്ഥം. ഇങ്ങനെയൊക്കെയുള്ള ആ അംബുജാക്ഷനെ, ആ താമരക്കണ്ണനെ ഞാൻ കൈതൊഴുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കുബേരന്റെ പുത്രന്മാരായിട്ടുള്ള നളകൂപരന്റെയും മണിഗ്രീവന്റെയും കഥയാണ് സൂചിപ്പിച്ചത്.
നളകൂപരനും മണിഗ്രീവനും പരമേശ്വരനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്ത് ലഭിച്ചിട്ടുള്ള ആ സൗന്ദര്യവും ഐശ്വര്യവും സമ്പത്തും ഒക്കെ കൊണ്ട് അഹങ്കാരം വർദ്ധിച്ചു. പിന്നെ മഹാവിഷ്ണുവിനോട് ഒരു വിമുഖത ഉണ്ടായി തുടങ്ങി. കാരണം പരമേശ്വരനെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ നമുക്ക് സമ്പത്തും സൗന്ദര്യവും ഒക്കെ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ വേണ്ട പോലെ ഭജിച്ചിരുന്നുമില്ല. അങ്ങനെ മതാന്ധത കാരണം ഒരിക്കൽ നദിയിൽ മദ്യപിച്ച് ഉടുതുണി പോലും ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നാരദ മഹർഷി അതിലേക്ക് കടന്നു പോയത്. പക്ഷെ മദ്യം കൊണ്ടുള്ള മതം കൊണ്ടും അഹങ്കാരം കൊണ്ടും വിവേകം നഷ്ടപ്പെട്ട അവര് നാരദ മഹർഷിയെ ഒട്ടും ഗൗനിക്കാതെ പടുപാട്ടും പാടിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് നാരദൻ ശപിച്ചത്, നിങ്ങൾ രണ്ടുപേരും മരുതവൃക്ഷങ്ങളായി ഭവിച്ചിട്ട് പിന്നീട് മഹാവിഷ്ണുവിനെ ദർശിച്ചിട്ട് സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കുവിൻ എന്നാണ് ശാപവും ശാപമോക്ഷവും അദ്ദേഹം നൽകിയത്. അങ്ങനെ നാരദ ശാപമേറ്റ് മരുതു വൃക്ഷങ്ങളായി മാറി ശാപമോക്ഷം മോഹിച്ച് കഴിയുകയായിരുന്നു ഈ നളകൂപരനും മണിഗ്രീവനും. അങ്ങനെയുള്ള ആ മരുതുവൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെയാണ് മെല്ലെ കുരലും വലിച്ച് അങ്ങ് ഉണ്ണിക്കണ്ണനായ അങ്ങ് നടന്ന്, ഇത്രയും വർഷങ്ങളായല്ലോ അങ്ങനെ ജീർണിച്ചു തുടങ്ങിയിരുന്നു ആ വൃക്ഷങ്ങൾ, അത് കടപുഴക്കിയിട്ട് വീഴ്ത്തിയിട്ടത്. അങ്ങനെ അവിടുന്ന് ശ്രീ നാരദ മഹർഷിയുടെ ആ വാക്ക് സത്യമാക്കി. ആ വൃക്ഷങ്ങൾ എപ്പോഴാണോ കടപുഴകി വീണത് അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് തേജസ്വികളായിട്ടുള്ള കുബേരപുത്രന്മാർ പ്രത്യക്ഷാവുകയും ഉണ്ണിക്കണ്ണനെ പലവിധ സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിക്കുകയും ചെയ്തു എന്നാണ് കഥ. ആ ശാപമോക്ഷത്തിൻ്റെ കഥയാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ